കുറച്ചും കൂടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു കാര്യമായിരിക്കണം. അങ്ങനെയാണ് പൊതുവേ നമ്മളൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ മുസ്ലിയാർ വ്യാഖ്യാനിക്കണത് അല്ലെങ്കിൽ തഫ്സീർ പറയണത്, വിശദീകരിക്കുന്നത് തീൻ എന്ന സൂറത്താണ്. ഖുർആനിലെ 95-ാമത്തെ സൂറ. ഇതിൽ 8 ആയത്തുകളാണുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون وما يكذبك بعد بالدين أليس الله بأحكم الحاكمين. والتين والزيتون, അത്തിയും ഒലീവും കൊണ്ട് സത്യം. വതൂരി സീനീൻ, സീനീൻ പർവ്വതം കൊണ്ടും സത്യം. വഹാദൽ ബലദിൽ അമീൻ, നിർഭയമായ ഈ പ്രദേശം അല്ലെങ്കിൽ ഈ നാട് കൊണ്ടും സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, നിശ്ചയം മനുഷ്യനെ ഏറ്റവും സുന്ദരമായ ആകാരത്തോടു കൂടിയാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നെ അവനെ അധമന്മാരിൽ അധമനായിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോവാത്ത പ്രതിഫലമുണ്ട്. വമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, എന്നിട്ടും ദീനിനെ നിഷേധിക്കാൻ നിനക്ക് എന്താണ് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രചോദകമായിട്ടുള്ളത്? അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, അള്ളാഹു വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലയോ? ഇതാണ് നേർക്കുനേരെ ഈ സൂറത്തിൻ്റെ അർത്ഥം. ഇതിൽ ജബ്ബാർ നേരത്തെ മാതിരി പിച്ചുംപേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഇവിടെ സത്യം ചെയ്ത് പറഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ സത്യം ചെയ്യുക എന്നത്, ജബ്ബാറിൻ്റെ വാദമനുസരിച്ച് സത്യം ചെയ്യേണ്ടി വരുന്നത് ഒരാൾ പറയുന്നത് മറ്റുള്ളവർക്ക് ബോധ്യമാവില്ല എന്നതുകൊണ്ടാണ്. ബോധ്യമാവുന്ന കാര്യമാണെങ്കിൽ സത്യം ചെയ്യേണ്ടതില്ലല്ലോ എന്നാണ് മൂപ്പരുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ യുക്തിയിൽ ഉദിച്ചിട്ടുള്ള സംഗതി. എന്ന് പറഞ്ഞാൽ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനുഷ്യൻ്റെ വൈവിധ്യം, ഓരോ മനുഷ്യനും ഒരുപോലെയല്ല എന്നുള്ള സംഗതിയും, മനുഷ്യർ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത സമീപനങ്ങളുമുള്ളവരാണ് എന്നുള്ള സംഗതിയൊന്നും അവർക്കറിയില്ല. തനി മരമണ്ടന്മാർ എന്നാണ് അവരെ സംബന്ധിച്ച് പറയേണ്ടി വരിക. കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരുന്നുവെങ്കിൽ ജബ്ബാർ യുക്തിവാദിയും മറ്റുള്ളവർ യുക്തി ബോധമുള്ളവരും, യുക്തിവാദമാണ് ജബ്ബാറിനുള്ളതെങ്കിൽ മറ്റുള്ളവർ യുക്തിബോധമുള്ളവരും, ജബ്ബാർ നിരീശ്വരവാദിയാണെങ്കിൽ മറ്റുള്ളവർ ഈശ്വരവാദികളൊന്നും ആകാൻ കാര്യമില്ല. അപ്പോൾ മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അസ്തിത്വവും ആ അസ്തിത്വത്തിന് യോജിച്ച വിധത്തിലുള്ള വൈവിധ്യമാർന്ന ചിന്താഗതികളും ആശയങ്ങൾ സ്വീകരിക്കാനും തള്ളാനും കൊള്ളാനുമുള്ള കഴിവും
ഒക്കെ അവൻ്റെ പ്രകൃതിയിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം കേട്ട മാത്രയിൽ തന്നെ വിശ്വസിക്കുന്ന ആളുകൾ മനുഷ്യരിലുണ്ടാവും. എന്നാൽ കുറേ കൂടി പിന്നെ പെട്ടെന്ന് അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ചിന്തിച്ചതിന് ശേഷം അത് ശരിയാണല്ലോ എന്നുള്ളതൊക്കെ അംഗീകരിക്കുന്നവരുണ്ടാവും. വേറെ ചിലരുണ്ട് കേട്ട മാത്രയിൽ തന്നെ എത്ര തന്നെ സത്യമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള സംഗതിയാണെങ്കിലും അത് തള്ളിക്കളയുന്ന, അതിൻ്റെ നേരെ ചെകിട് കൊടുക്കാത്ത ആളുകളുണ്ടാവും. വേറെ ചില ആളുകൾ സത്യമാണ് ശരിയാണ് എന്ന് ബോധ്യമായാൽ പോലും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരുണ്ടാവും. അപ്പോൾ ഒരു സംഗതി പറയുമ്പോൾ ഇത്തരം വിവിധ ചിന്താഗതികളും മാനസിക അവസ്ഥകളും ബോധ തലങ്ങളുമൊക്കെയുള്ള ആളുകളെ എല്ലാവരെയും പരിഗണിക്കേണ്ടി വരും എന്നുള്ളത് ഒരു സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. പക്ഷെ നിർഭാഗ്യത്തിന് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മനസ്സിലാക്കാനുള്ള യുക്തിബോധമോ ബുദ്ധിപരമായിട്ടുള്ള യോഗ്യതയോ ഒന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരാൾക്ക് ഏത് മനുഷ്യനായിരുന്നാലും അവരൊരേ ചിന്താഗതിക്കാർ, ഒരേ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് അവരോട് ഇങ്ങനെ ഒന്നും പറയേണ്ടതില്ല. ഒരു സാധാ ഇതന്നെ രീതിയിലാണ് പറഞ്ഞാൽ തന്നെ പോലെ വിശ്വസിച്ചോളൂ എന്നാ. അത് അംഗീകരിക്കൂല എന്നുള്ളതിന് ജബ്ബാർ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ഖുർആനിൽ ശരിയായിട്ടുള്ള എത്ര തന്നെ മോശപ്പെടുത്തി പറഞ്ഞാലും ഏത് ഗ്രന്ഥത്തിലും പുസ്തകത്തിലും ചില ശരികളുണ്ടാവുമല്ലോ. ആ ശരി പോലും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത മരമണ്ടനായിട്ടുള്ള ഒരാളാണ് ജബ്ബാർ എന്ന് പറഞ്ഞ മനുഷ്യൻ. അപ്പോൾ അയാളോട് ചിലപ്പോൾ വളരെ കർക്കശമായിട്ടുള്ള രീതിയിൽ പറയേണ്ടി വരും. ജബ്ബാറിനെ പോലുള്ള ആളുകൾ ഖുർആൻ അവതരിച്ച കാലത്തും അതിൻ്റെ ശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയുമ്പോൾ ചിലത് സത്യം ചെയ്ത് പറയേണ്ടി വരും. അതാണ് ഇവിടെ വത്തീനി വസൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ, അത്തിയും ഒലീവും സീനാപർവ്വതവും നിർഭയമായിട്ടുള്ള ഈ നാടും കൊണ്ട് സത്യം എന്ന് പറയുന്നത്. പിന്നെ ജബ്ബാറിനെ പോലുള്ള ആളുകളെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തൊരു സംഗതി, ഈ ഇത്തരം സംഗതികളൊക്കെ എടുത്തു പറയുമ്പോൾ ഇത് കേവലം ഒരു സത്യം ചെയ്യാനുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് ഈ പാവങ്ങളുടെയൊക്കെ ധാരണ. യഥാർത്ഥത്തിൽ ഈ സംഗതികൾ എടുത്തു പറയുമ്പം അതുകൊണ്ട് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ സംഗതികളൊക്കെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും നിലനിർത്തുകയും പരിരക്ഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ആരാണ്? അവനിലേക്ക് വിരൽ ചൂണ്ട എന്നുള്ളത് കൂടി ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അവിടെ തീന്, സൈത്തൂന്, പിന്നെ അതുപോലെ തന്നെ പർവ്വതം, നാട്, ഇതിനൊക്കെ എടുത്ത് പറയുമ്പോൾ ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹുവാണെന്നും ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈ സന്ദേശം പ്രവാചകനിലൂടെ എത്തിച്ചു തരുന്നത് എന്നും നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള ഒരു സന്ദേശവും കൂടി ഉൾക്കൊള്ളുന്നുണ്ട് ഈ പദങ്ങൾ. പിന്നെ അത് ജബ്ബാർ പറഞ്ഞത് കേരളത്തിലാണെങ്കിൽ പിന്നെ തേങ്ങയും മാങ്ങയും ചക്കയും ഒക്കെ എടുത്തിട്ടാണ് സത്യം ചെയ്യാമെന്നാണ്. ശരിയാണ്. ഖുർആൻ അവതരിച്ചത് അറേബ്യയിലാണ്. അതുകൊണ്ട് അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. മലയാളത്തിലായിരുന്നു ഖുർആൻ അവതരിക്കണമെങ്കിൽ അത് മലയാളത്തിലുള്ള കേരളത്തിലുള്ള വസ്തുക്കൾ എടുത്തിട്ടായിരിക്കും സത്യം ചെയ്യാനുള്ളത്. ഇനി കേരളത്തിലുള്ള സാധനങ്ങൾ ചക്കയും മാങ്ങയും പിന്നെ വെണ്ടയ്ക്കും വാഴയ്ക്കയും ഒക്കെ മോശപ്പെട്ട സാധനങ്ങളാണോ? മനുഷ്യൻ ഉപയോഗിക്കുന്നതും മനുഷ്യന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളതുമായ ഏത് സംഗതി എടുത്തു നോക്കിയാലും അതിലൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതൊക്കെ സൃഷ്ടികർത്താവിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില ദൃഷ്ടാന്തങ്ങൾ കൂടിയാണ് എന്നതുകൂടി ഈ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ കുമ്പളങ്ങ ആയാലും പിന്നെ കൈപ്പങ്ങ ആയാലും അതുപോലുള്ള ഏത് സാധനമായിരുന്നാലും ഇതൊക്കെ എടുത്ത് സത്യം ചെയ്യാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സത്യം ചെയ്യുമ്പോൾ അത് ഈ സത്യം എന്ന് ചെയ്യാന്നുള്ളത് മാത്രമല്ല, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് വിരൽ ചൂണ്ടുക, അവൻ്റെ ദൃഷ്ടാന്തം എന്നുള്ളതൊക്കെ അതിനെ അവതരിപ്പിക്കാനുള്ളത് കൂടി ഉദ്ദേശമാണ്. പിന്നെ ജബ്ബാർ പറയുന്നത്
സത്യം ചെയ്യുമ്പോൾ തന്നെക്കാൾ താഴെയുള്ള സാധനം എടുത്ത് സത്യം ചെയ്യാൻ പാടുണ്ടോ? ഉയർന്ന സാധനം എടുത്ത് സത്യം ചെയ്യണ്ട. അങ്ങനെയല്ല നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെ ജബ്ബാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനെ പോലെയല്ല അള്ളാഹു, അള്ളാഹുവിനെ പോലെയല്ല മനുഷ്യൻ, സൃഷ്ടിയെപ്പോലെയല്ല സൃഷ്ടാവ്, സൃഷ്ടാവിനെ പോലെയല്ല സൃഷ്ടി എന്ന് പറഞ്ഞത്. സൃഷ്ടി സത്യം ചെയ്യുമ്പോൾ അവനേക്കാൾ മെച്ചപ്പെട്ട ഉയർന്ന സാധനം എടുത്ത് സത്യം ചെയ്യണം. അതേസരം സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവനാണ് എല്ലാറ്റിൻ്റെയും മേലുള്ളത്. പിന്നെ അവനേക്കാൾ മേലുള്ള ഒന്നെടുത്ത് സത്യം ചെയ്യാൻ കഴിയുമല്ലോ. എന്ന് മാത്രമല്ല, ഈ സത്യം ചെയ്തതിലൂടെ എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് അത് നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെടുത്ത് സത്യം ചെയ്യുമ്പോഴാണ് അത് സാധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സത്യം ചെയ്തിട്ട് ഈ സാധനങ്ങളെടുത്ത് സത്യം ചെയ്ത് പറയുന്നത്. പിന്നെ പറയാനുള്ളത്, ഏത് സത്യം ചെയ്താലും ഇത് നമ്മൾ കുറേ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാദഗതി തന്നെയാണ് അവിടെയൊക്കെ ജബ്ബാർ പറഞ്ഞിട്ടുള്ളത്. സത്യം ചെയ്യാന്നുള്ളത് ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് സത്യം ചെയ്യണത്. അത് വലിയ സാധനം എടുത്ത് സത്യം ചെയ്യേണ്ടതുള്ള ഈ രണ്ട് സംഗതി തന്നെയാണ് അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പായാരങ്ങളെല്ലാം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ സൂറത്തിൻ്റെ വിശദീകരണത്തിലും ജബ്ബാർ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ജബ്ബാർ പറയുന്നത് ഇവിടെ തീന്, ദൈത്തൂൻ, തുരിസീനീൻ, അതുപോലെ ഈ നിർഭയ നാട് എന്നൊക്കെ പറയുന്നത് മുഫസ്സിറുകൾ വേറെയും തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ വിഷയത്തിൻ്റെ ഖുർആനുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാനൊരു സംഗതി പറഞ്ഞിരുന്നു. ജബ്ബാർ അഹ്മദ് ഇനിയും വിട്ടിട്ടില്ല എന്നുള്ളതാണ് ജബ്ബാറിൻ്റെ ഈ പയ്യാരം പരത്തിൽ കേൾക്കുമ്പോൾ മനസ്സിലാവുക. അതായത് ജബ്ബാർ പറയുന്നത് ഖുർആനെ വിമർശിക്കുകയാണെന്നാണ്. പക്ഷേ ജബ്ബാർ ഖുർആൻ വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ ഖുർആനിൽ നിന്നൊക്കെ തന്നെ മാറിയിട്ട് മുഫസ്സിറുകളെയാണ്. മുഫസ്സിറുകൾ ഇങ്ങനെയൊക്കെ പറയുന്നു. അതുപോലും അതിലെ ആശയവൈഫല്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി ജബ്ബാറിനില്ലാതെ പോയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെയൊക്കെ വിശദീകരണം നൽകാൻ സാധിക്കുന്നത്? ബുദ്ധിയുള്ള, തൻ്റെ ഇടമുള്ള, കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഗ്രാഹ്യതയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബോധ്യമാവുന്ന സംഗതി ഇത്രയൊക്കെ ഇത് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആശയ വൈപുല്യമുള്ള സംഗതിയാണെന്നുള്ളതാണ്. അപ്പോൾ ജൈത്തോന്, തീന് ജൈത്തോന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെറൂശലേം, അവിടെയാണ് ജൈത്തോനും പിന്നെ തീനും, അതായത് ഒലീവും അത്തിയും ഒക്കെ സമൃദ്ധമായിട്ടുണ്ടാവുന്നത്. അപ്പോൾ അത് ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ടുള്ള പ്രദേശത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. തീർച്ചയായിട്ടും അതിനൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ തൂര് സീനി എന്ന് പറഞ്ഞാൽ സീനീൻ പർവ്വതം, തൂർ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ്. അപ്പോൾ സീനീൻ പർവ്വതം എന്നാണ് സീനാ പർവ്വതം. ഈ സീനാ പർവ്വതത്തിൽ വെച്ചാണ് മൂസാ നബി അലൈഹിസ്സലാമിന് ആദ്യമായിട്ട് ദിവ്യ സന്ദേശം ലഭിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് തൗറാത്ത് ലഭിക്കുന്നതും അവിടെ വെച്ച് തന്നെയാണ്. വഹാദൽ ബലദിൽ അമീൻ, നിർഭയമായിട്ടുള്ള ഈ നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ് എന്ന കാര്യത്തിൽ മുഫസ്സിറുകൾക്ക് ആർക്കും സംശയമൊന്നുമില്ല. അതാവട്ടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട നാടാണ്. അപ്പോൾ ഈ 3 പ്രദേശങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രയോഗങ്ങൾ അള്ളാഹു നടത്തിയിട്ടുള്ളത് എന്ന് മുഫസ്സിറുകൾ പറയുമ്പോൾ, മുഫസ്സിറുകളിൽ പറഞ്ഞതിനോട് പിന്നെ വേണമെങ്കിൽ ജബ്ബാറിന് വിയോജിക്കാം. പക്ഷേ ഇങ്ങനെ ആശയവൈപുല്യം ഒരു പദത്തിന് അല്ലെങ്കിൽ ചില പദങ്ങൾക്ക് ആശയവൈപുല്യം ലഭിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ മഹത്വത്തെ കുറിക്കാനാണ്. യഥാർത്ഥത്തിൽ ഭാഷയിൽ ഭാഷ അറിയുന്ന ആളുകളൊക്കെ അതിന് ആ നിലക്കാണ് കൈയാളുക. ഇവിടെ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് ഭാഷ പ്രശ്നമല്ലാത്തതുകൊണ്ട് ഭാഷാപരമായിട്ടുള്ള വലിയ പരിജ്ഞാനം മൂപ്പർക്ക് ഉണ്ടാവില്ല. ഭാഷയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭാഷയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതും എന്നും, ഭാഷയിലെ ഒരു പദം അതിന് ഏതൊക്കെ ആശയങ്ങളുണ്ടാവാം, അങ്ങനെ വൈവിധ്യമായിട്ടുള്ള ആശയങ്ങളുണ്ടാകുമ്പോൾ ആ പദത്തിൻ്റെ വിശാലത, അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം വർദ്ധിക്കുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്കല്ലേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് ഉൾക്കൊള്ളാനുള്ള ബുദ്ധി ഈ ജബ്ബാർ എന്ന് പറയുന്ന യുക്തിവാദിക്കില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെയൊക്കെ മുഫസ്സിറുകൾ പറഞ്ഞിട്ട് വിമർശിക്കുന്നത്.
ഇതാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ഈ ആയത്തിലെ ഈ ആദ്യത്തിലുള്ള ഒത്തീനി വസൈത്തോൻ തോര് സീനീൻ വഹാദൽ ബലദിൽ അമീൻ ഈ 3 ആയത്തുകളുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്ന പായ്യാരം പറച്ചിൽ പറഞ്ഞത് അത് അയാളങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, വേറൊന്നും പറയാനില്ലല്ലോ. അതുകൊണ്ടാണ് അയാളിങ്ങനെ പായ്യാരം പറയുന്നത്. അത് കുറേയും കൂടി നമ്മൾ കേൾക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജബ്ബാറിൻ്റെ ഈ യുക്തിഹീനത്വം, യുക്തിയില്ലായ്മ അതുകൂടി അതിലൂടെ പ്രകടമാവുന്നു എന്നതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം. അപ്പോൾ മറ്റുള്ളവരുടെ ചിന്താശീലരായിട്ടുള്ള വിവേകശാലികളായിട്ടുള്ള ആളുകളെ മുമ്പിൽ താൻ എത്രത്തോളം ചീപ്പായി മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ. അത്രമാത്രമേ ജബ്ബാറിനെ സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളൂ.